ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ ബ്ലഡാണ്. അപ്പോൾ സാധാരണയായി ബ്ലഡ് എന്ന ചാപ്റ്ററിൽ എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ ബ്ലഡിൻ്റെ ഫങ്ഷൻസ്, അതുപോലെ തന്നെ ബ്ലഡിൻ്റെ പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ ബ്ലഡ് സെൽസ്, ആ ബ്ലഡ് സെൽസിൻ്റെ നോർമൽ വാല്യൂസ്, അതുപോലെ തന്നെ എറിത്രോപോയിസിസ് സാധാരണയായിട്ട് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യം എന്താണ് ബ്ലഡ് നോക്കാം. അപ്പോൾ ബ്ലഡ് എന്താണ്? ബ്ലഡ് ഈസ് എ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ. അപ്പോൾ ബ്ലഡ് എന്ന് വെച്ചാൽ ഒരു ടിഷ്യൂ ആണ്. ടിഷ്യൂ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് എന്ത് വിളിക്കുന്നത്? ടിഷ്യൂ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബ്ലഡ് എന്താണ്? ബ്ലഡ് ഈസ് എ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂ എന്ന് വെച്ചാൽ എന്താണ്? എല്ലാത്തിനും കണക്റ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ബ്ലഡ് എന്ന് വെച്ചാൽ ഫ്ലൂയിഡ് ടൈപ്പിലുള്ള ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ് ബ്ലഡ് എന്ന് പറയുന്നത്. അടുത്തത് ബ്ലഡിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. അതുപോലെ തന്നെ ബ്ലഡിന് എന്ത് വിളിക്കാറുണ്ട്? ഫ്ലൂയിഡ് ഓഫ് ഗ്രോത്ത് എന്നും അതുപോലെ തന്നെ ലൈഫ് ഓഫ് ഗ്രോത്ത് എന്നൊക്കെ ബ്ലഡിനെ വിളിക്കാറുണ്ട്. അപ്പോൾ ബ്ലഡിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്ലഡിൻ്റെ ആ പ്രോപ്പർട്ടീസ് വയ്ക്കുമ്പോൾ എന്തൊക്കെയാണ് നോക്കുന്നത്? അതിൻ്റെ ബ്ലഡിൻ്റെ കളർ എങ്ങനെയാണ്, ബ്ലഡിൻ്റെ pH എന്താണ്, ബ്ലഡിൻ്റെ വോളിയം എത്രയാണ്, ഇതൊക്കെയാണ് ബ്ലഡിൻ്റെ പ്രോപ്പർട്ടീസിൽ വരുന്നത്. അപ്പോൾ ആദ്യം നോക്കുന്നത് നമ്മുടെ ബ്ലഡിൻ്റെ കളറാണ്. എന്താണ് ബ്ലഡിൻ്റെ കളറ്? ബ്ലഡിൻ്റെ കളർ എന്ന് വെച്ചാൽ റെഡ് കളറാണ്. അപ്പോൾ നമുക്കിതിനെ ആർട്ടീരിയൽ ബ്ലഡ് എന്നും, അതായത് നമ്മുടെ ആർട്ടറീസ് ഉണ്ടല്ലോ, നമ്മുടെ ആർട്ടറിയിൽ ഓടുന്ന ബ്ലഡിനെ ആർട്ടീരിയൽ ബ്ലഡ് എന്നും, നമ്മുടെ വെയിനിൽ കൂടി ഓടുന്ന ബ്ലഡിനെ, ഫ്ലോ ചെയ്യുന്ന ബ്ലഡിനെ നമുക്ക് എന്ത് വിളിക്കാം? വീനസ് ബ്ലഡ് എന്ന് വിളിക്കാം. അപ്പോൾ ആർട്ടറി എന്താണ് കൊണ്ടുപോകുന്നത്? നമ്മുടെ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആരാണ് ക്യാരി ചെയ്യുന്നത്? ആർട്ടറിയാണ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്യുന്നത്. നമ്മുടെ ഹാർട്ടിൽ നിന്ന് നമ്മുടെ ടിഷ്യൂസിലേക്ക് ആരാണ് എത്തിക്കുന്നത്? ഓക്സിജനേറ്റഡ് ബ്ലഡ് ആർട്ടറി വഴിയാണ് നമ്മുടെ ശരീരത്തിലേക്ക് എല്ലാ ടിഷ്യൂസിലേക്കും എത്തുന്നത്. അതുപോലെ തന്നെ വീനസ് ബ്ലഡ് ഉണ്ട്. അവിടെ ആ ബ്ലഡിൽ ഉണ്ടാകുന്ന വേസ്റ്റ് പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, മെറ്റബോളിക് സെൽസിനുണ്ടാകുന്ന, അല്ലെങ്കിൽ സെൽസിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റി പകരമായി ഉണ്ടാകുന്ന കുറേ വേസ്റ്റ് പ്രൊഡക്റ്റ് ഉണ്ടാകും. അതായത് കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ ലാക്റ്റിക് ആസിഡ്, കുറേ അങ്ങനെയുള്ള വേസ്റ്റ് പ്രൊഡക്റ്റ് ഉണ്ടാകും. അപ്പോൾ ഈ വേസ്റ്റ് പ്രൊഡക്റ്റ് നമ്മുടെ ടിഷ്യൂവിൽ നിന്ന് അഥവാ സെല്ലിൽ നിന്ന് നമ്മുടെ എക്സ്ക്രീറ്ററി ഓർഗനിലേക്ക് എത്തിക്കണം. ഇതാരാണ് ചെയ്യുന്നത്? നമ്മുടെ ബ്ലഡാണ് ഇത് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഓക്കെ. അപ്പോൾ അത് ഏത് വഴിയാണ് കൊണ്ടുപോകുന്നത്? നമ്മുടെ വെയിൻ വഴിയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് ബ്ലഡിനെ ആർട്ടീരിയൽ ബ്ലഡ് എന്നും അതുപോലെ തന്നെ വീനസ് ബ്ലഡ് എന്നും തരംതിരിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ആർട്ടറിയിൽ ഒഴുകുന്ന ബ്ലഡിന്, അല്ല ആർട്ടറിയിൽ ഫ്ലോ ചെയ്യുന്ന ബ്ലഡിന് അതിൻ്റെ പ്രോപ്പർട്ടി നോക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കളർ എന്താണെന്ന് നോക്കാം. അപ്പോൾ ആർട്ടറിയൽ ബ്ലഡ് എങ്ങനെയാണ് കാണപ്പെടുന്നത്? ബ്രൈറ്റ് റെഡാണ്. ഓക്കെ, ബ്രൈറ്റ് റെഡ്. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ ആർട്ടീരിയൽ ബ്ലഡിൽ എന്താണ് കൂടുതലായിട്ടുള്ളത്? ഓക്സിജൻ ഉണ്ട്. അപ്പോൾ കൂടുതൽ ഓക്സിജൻ ഉള്ളത് കൊണ്ട് തന്നെ ആർട്ടീരിയൽ ബ്ലഡ് ബ്രൈറ്റ് റെഡും, അതുപോലെ തന്നെ വീനസ് ബ്ലഡ് അങ്ങനെയാണ്, അഥവാ വെയിനിൽ കൂടി ഒഴുകുന്ന ബ്ലഡ് എങ്ങനെയാണ് കാണാൻ വേണ്ടിയിട്ട്? ഡാർക്ക് റെഡും. ഡാർക്ക് റെഡിൻ്റെ കാരണം എന്തുകൊണ്ടാണ് വരുന്നത്? മോർ കാർബൺ ഡൈ ഓക്സൈഡ് പ്രസൻറ്റ് ഇൻ ദ വീനസ് ബ്ലഡ്. അപ്പോൾ ആദ്യത്തെ പ്രോപ്പർട്ടി ആർട്ടീരിയൽ ബ്ലഡും അതുപോലെ തന്നെ വീനസ് ബ്ലഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. രണ്ടാമത്തത് ബ്ലഡിൻ്റെ വോളിയം. നമ്മുടെ ഒരു ഹ്യൂമൻ അഡൾട്ടിൽ എത്രയാണ് ഒരു സാധാരണ നമ്മൾ കാണപ്പെടുന്നത്? ബ്ലഡിൻ്റെ വോളിയം സാധാരണ ഇത് എത്രയാണ് കാണപ്പെടുന്നത്? ഏകദേശം 5 ലിറ്ററാണ്. ഓക്കെ, 5 ലിറ്റർ. അതായത് ഒരു ഹെൽത്തി ഹ്യൂമണിൽ അയാളുടെ ശരീരത്തിൽ ബ്ലഡിൻ്റെ വോളിയം എടുത്ത് നോക്കിയാൽ ഏകദേശം എത്രയാണ് വരുന്നത്? 5 ലിറ്ററിലാണ് വരുന്നത്. അത് ഫീമെയിൽസിലും മെയിൽസിലും ചെറിയ രീതിയിൽ ഡിഫറൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ ജനിച്ച കുട്ടികളിൽ എത്രയാണ് കാണപ്പെടുന്നത്? വെറും 45 ml, 450 ml മാത്രമേ ജനിച്ച കുട്ടികളിൽ ബ്ലഡിൻ്റെ വോളിയം കാണപ്പെടുന്നുള്ളൂ. അടുത്തതാണ് pH എന്ന് പറയുന്നത്. അതായത് ബ്ലഡിൻ്റെ pH. സാധാരണ നമ്മൾ pH എന്തിനാണ് നോക്കുന്നത്? ഒരു ലായനി, അതായത് ഒരു സൊല്യൂഷൻ അസിഡിക് ആണോ, അതുപോലെ തന്നെ ആൽക്കലൈൻ ആണോ, അത് ന്യൂട്രൽ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ എന്ത് നോക്കുന്നത്? pH നോക്കുന്നത്. അപ്പോൾ ബ്ലഡിൻ്റെ pH എന്താണ്? 7.4 എന്ന് പറയുമ്പോൾ സ്ലൈറ്റ്ലി അൽക്കലൈൻ ആണ്, അസിഡിക് അല്ല, സ്ലൈറ്റ്ലി അൽക്കലൈൻ. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ട് മെറ്റബോളിക് അസിഡോസിസ്, മെറ്റബോളിക് ആൽക്കലോസിസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതായത് ഈ ബ്ലഡിൻ്റെ pH മാറുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതായത് മെറ്റബോളിക് അസിഡോസിസും മെറ്റബോളിക് ആൽക്കലോസിസും ഒക്കെ അപ്പോൾ ബ്ലഡിൻ്റെ pH 7.4. അടുത്തതാണ് ബ്ലഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അതെത്രയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്? 1.052 to 1.061. അപ്പോൾ ബ്ലഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഒന്നും കൂടി ഓർത്ത് വെച്ചോളൂ, 1.052 to 1.061.
അപ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? ബ്ലഡിൻ്റെ കളറ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ബ്ലഡിൻ്റെ pH അതുപോലെ തന്നെ ബ്ലഡിൻ്റെ വോളിയം, ഈ 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ബ്ലഡിൻ്റെ pH സാധാരണ എക്സാംസിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ വരുന്നത്, സാധാരണ ഡിഫറൻറ്റ് ടെസ്റ്റിൽ ഡിഫറൻ്റ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുന്നത്, എന്നാലും ആ ഒരു റേഞ്ചിൽ വരുന്നത് എത്രയാണോ റേഞ്ച് വരുന്നത് ആ റേഞ്ചിൽ വരുന്നൊരു വാല്യൂ പഠിക്കേണ്ടതാണ്. അടുത്തതായിട്ട് നോക്കുന്നത് ബ്ലഡിൻ്റെ വിസ്കോസിറ്റിയാണ്. അപ്പോൾ വിസ്കോസിറ്റി, അതായത് ബ്ലഡിൻ്റെ വിസ്കോസിറ്റി എങ്ങനെയാണ്? ബ്ലഡ് ഈസ് 5 ടൈം മോർ വിസ്കസ് ദാൻ വാട്ടർ. വാട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബ്ലഡ് എന്താണ്? 5% വിസ്കസ് ആണ്, അതായത് തിക്നെസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ആ തിക്നെസ് എത്രയാണ്? 5% വാട്ടറിനെക്കാട്ടിയും കൂടുതലാണ് ബ്ലഡിൻ്റെ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അടുത്തത് ബ്ലഡിലുള്ള സെൽസ്. ബ്ലഡിൽ എന്തൊക്കെയുണ്ട്? ബ്ലഡിൽ പ്ലാസ്മയുണ്ട്, അതുപോലെ തന്നെ ബ്ലഡ് സെൽസ് ഉണ്ട്. അപ്പോൾ ബ്ലഡിലുള്ള സെൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബ്ലഡിൽ പ്രധാനമായിട്ടും 3 സെൽസാണ് കാണപ്പെടുന്നത്. ഏതൊക്കെയാണ്? RBC, WBC, പ്ലേറ്റ്ലെറ്റ്. RBC അഥവാ എറിത്രോസൈറ്റ്. ഓക്കെ, RBC അഥവാ എറിത്രോസൈറ്റ്. അപ്പോൾ ഓർത്ത് വെച്ചോളൂ, എറിത്രോ മീൻസ് എന്താണ്? RBC, റെഡ് ബ്ലഡ് സെൽസ് എന്നാണ് പറയുന്നത്. ഇനി WBC, വൈറ്റ് ബ്ലഡ് സെൽസ്. വൈറ്റ് ബ്ലഡ് സെൽസ് അഥവാ ലൂക്കോസൈറ്റ്. ഇനി അടുത്തതാണ് പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത്. പ്ലേറ്റ്ലെറ്റ് അഥവാ ത്രോംബോസൈറ്റ്. ഓക്കെ, പ്ലേറ്റ്ലെറ്റ് ഇത് മറ്റൊരു പേരെന്താണ്? ത്രോംബോസൈറ്റ് എന്നും കൂടി അറിയപ്പെടുന്നു. അപ്പോൾ ഈ 3 ബ്ലഡ് സെൽസിനും 3 ഡിഫറൻ്റ് ആയിട്ടുള്ള, എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ RBC ചെയ്യുന്ന ജോലിയല്ല WBC ചെയ്യുന്നത്, WBC ചെയ്യുന്ന ഒരു ജോലിയല്ല പ്ലേറ്റ്ലെറ്റ് ചെയ്യുന്നത്. ഈ 3 സെൽസിന് ഇമ്പോർട്ടൻ്റ് ആയ റോള് എല്ലാ ബ്ലഡ് സെൽസിനും ഉണ്ട്. അടുത്തത് ബ്ലഡിൻ്റെ കോമ്പോസിഷൻ, അതായത് ഒരു ഹ്യൂമൻ ബ്ലഡ് എടുത്ത് നമ്മൾ മൈക്രോസ്കോപ്പിലോ അല്ലെങ്കിൽ ബ്ലഡിൽ എന്തൊക്കെയുണ്ട് നോക്കിയാൽ അതിൽ എന്തൊക്കെ കാണപ്പെടാം? ബ്ലഡിൽ എന്തുണ്ട്? പ്ലാസ്മയുണ്ടും അതുപോലെ തന്നെ ഫോംഡ് ആയിട്ടുള്ള എലിമെൻറ്റ്സ് ഉണ്ടും. അപ്പോൾ ഈ പ്ലാസ്മയിൽ പ്രധാനമായിട്ട് എന്തൊക്കെയാണ് വരുന്നത്? പ്ലാസ്മയിൽ പ്രോട്ടീൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ന്യൂട്രിയൻസ് വരുന്നുണ്ട്, അമിനോ ആസിഡ് വരുന്നുണ്ട്, ഗ്യാസസ് വരുന്നുണ്ട്. അപ്പോൾ അതിന് നൈട്രജനസ് ആയിട്ടുള്ള വേസ്റ്റ് പ്രൊഡക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ പ്ലാസ്മ പ്രോട്ടീൻ ഏതൊക്കെയാണ് സാധാരണയായിട്ട് വരുന്നത്? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ഓക്കെ, ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ഇത് നമ്മുടെ ബ്ലഡിൽ എന്തൊക്കെയുണ്ട്? പ്ലാസ്മയുണ്ട്, അതുപോലെ തന്നെ എന്താണ്? സോളിഡായിട്ട് ഫോംഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ പ്ലാസ്മയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന 4 കാര്യങ്ങളാണ് ഏതൊക്കെയാണ്? പ്രോട്ടീൻസ് കാണപ്പെടുന്നുണ്ട് പ്ലാസ്മയിൽ, അതുപോലെ തന്നെ നോൺ നൈട്രജനസ് വേസ്റ്റ് കാണപ്പെടുന്നുണ്ട്, ന്യൂട്രിയൻ്റ് കാണപ്പെടുന്നുണ്ട്, അമിനോ ആസിഡ് കാണപ്പെടുന്നുണ്ട്, ഇലക്ട്രോലൈറ്റ്സ് കാണപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ ഗ്യാസസും കാണപ്പെടുന്നുണ്ട്. അടുത്തതാണ് ഫോംഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് പറയുന്നത്, അതായത് ഖരവസ്തുക്കൾ, അതായത് കട്ടി കൂടിയ വസ്തുക്കൾ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഏതൊക്കെയാണ് ഇതിൽ വരുന്നത്? നമ്മുടെ ബ്ലഡ് സെൽസ്, RBC, WBC, പ്ലേറ്റ്ലെറ്റ്. അതുപോലെ തന്നെ ഈ WBCനെ തന്നെ 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിട്ട് തിരിച്ചിട്ടുണ്ട്? ഗ്രാനുലോസൈറ്റും എഗ്രാനുലോസൈറ്റും എന്ന് 2 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഗ്രാനുലോസൈറ്റ് ഏതൊക്കെയാണ്? ന്യൂട്രോഫില്, ഈസ്നോഫില്, ബേസ്നോഫിൽസ്. അതുപോലെ തന്നെ ഗ്രാനുലോസൈറ്റ് ഏതൊക്കെയാണ്? മോണോസൈറ്റും ലിംഫോസൈറ്റും. അപ്പോൾ പ്ലാസ്മ എന്ന് വെച്ചാൽ എന്താണ്? പ്ലാസ്മ ഈസ് എ സ്ട്രോ കളേർഡ്, അതായത് ഒരു വൈക്കോലിൻ്റെ കളർ പോലെയുള്ള ഒരു ലിക്വിഡ് പാർട്ടാണ്, ബ്ലഡിലുള്ള ഒരു ലിക്വിഡ് പാർട്ടാണ്. അതിൻ്റെ കളർ എങ്ങനെയാണ്? സ്ട്രോ കളർ, ഒരു വൈക്കോലിൻ്റെ കളർ പോലെയാണ് അത് അപ്പിയർ ചെയ്യുന്നത്. അതെന്താണ്? പ്ലാസ്മയിൽ ഏറ്റവും കൂടുതൽ എന്താണുള്ളത്? ഇറ്റ് ഈസ് 92%, അത് ഏകദേശം 91 to 92% എന്താണ്? വാട്ടറാണുള്ളത്. നമുക്ക് പ്ലാസ്മേനെ പിന്നെയും ഡിവൈഡ് ആക്കിയാൽ ഏകദേശം 91 to 92% എന്താണുള്ളത്? നമ്മുടെ പ്ലാസ്മയിൽ വാട്ടറാണുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പ്ലാസ്മയിൽ ബാക്കി 82, അതായത് 7 to 8% എന്താണ് കാണപ്പെടുന്നത്? സോളിഡ് സബ്സ്റ്റൻസ് ആണ് കാണപ്പെടുന്നത്. നേരത്തെ പറഞ്ഞു പ്ലാസ്മയിലുള്ള പ്ലാസ്മ പ്രോട്ടീൻസും ന്യൂട്രിയൻസും അതൊക്കെ സോളിഡ് സബ്സ്റ്റൻസ് ആണ് വരുന്നത്. അടുത്തതാണ് സിറം കേട്ടിട്ടുണ്ടാകും നിങ്ങൾ. സിറം എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ സ്ട്രോ കളേർഡ് ഫ്ലൂയിഡ് ദാറ്റ് യൂസ് ഫ്രം എ ബ്ലഡ് ക്ലോട്ട്. അതായത് നമ്മൾ ചിലപ്പോൾ മുറിഞ്ഞാൽ ആ മുറിവെന്ന് ചെറിയൊരു സ്ട്രോ കളറായിട്ടുള്ള ഒരു യെല്ലോ കളറല്ല, അത് ഇറ്റ് ഈസ് എ സ്ട്രോ കളേർഡ്, അതായത് വൈക്കോലിൻ്റെ കളർ പോലെയുള്ള ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് നമ്മുടെ മുറിവിൽ നിന്ന് എന്താ പറയേണ്ടത്? ഒഴുകി വരുന്നത് കാണാം. അതിനാണ് എന്ത് പറയുന്നത്? സിറം എന്ന് പറയുന്നത്.
അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് എന്താണ്? ബ്ലഡിൻ്റെ ഫങ്ഷൻസ്. ബ്ലഡിന് ഏകദേശം 8-9ഓളം ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്? ഒന്നാമത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് ന്യൂട്രീറ്റീവ് ഫങ്ഷന്, അതായത് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ ന്യൂട്രീഷൻ, അതായത് ന്യൂട്രിയൻ്റ് അല്ലെങ്കിൽ ന്യൂട്രീഷണൽ സബ്സ്റ്റൻസ്. അടുത്തതാണ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ റെസ്പിറേറ്ററി ഗ്യാസസ് അഥവാ റെസ്പിറേറ്ററി ഫങ്ഷന്. അടുത്തത് എക്സ്ക്രീറ്ററി ഫങ്ഷന്. ഇതൊക്കെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നതാണ്. ഓക്കെ. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ ഹോർമോൺസ് ആൻഡ് എൻസൈംസ്, റെഗുലേഷൻ ഓഫ് ദ വാട്ടർ ബാലൻസ്, റെഗുലേഷൻ ഓഫ് ദ ആസിഡ് ബേസ് ബാലൻസ്, റെഗുലേഷൻ ഓഫ് ദ ബോഡി ടെമ്പറേച്ചർ ആൻഡ് സ്റ്റോറേജ് ഫങ്ഷൻസ്. അപ്പോൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത്തത് ന്യൂട്രീറ്റീവ് ഫങ്ഷനാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നു, ആ ഫുഡ് ഡൈജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് അബ്സോർവ് ചെയ്യുന്നു. ആ അബ്സോർവ് ചെയ്തതിൽ നമ്മൾ ന്യൂട്രീഷൻ എന്ന് വിളിക്കുക, ന്യൂട്രിയൻ്റ് എന്ന് വിളിക്കുക. ഓക്കെ. ആ ന്യൂട്രീഷൻ, ആ സബ്സ്റ്റൻസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് അബ്സോർവ് ചെയ്ത സ്ഥലത്ത് നിന്ന് നമ്മുടെ ഇവിടത്തേക്ക് എത്തണം, എല്ലാ സെൽസിലേക്കും എത്തിക്കണം. അത് ആരാണ് ചെയ്യുന്നത്? ബ്ലഡാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ന്യൂട്രീറ്റീവ് സബ്സ്റ്റൻസ് ലൈക്ക് ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും ഗ്ലൂക്കോസ്, അതുപോലെ തന്നെ അമിനോ ആസിഡ്, ലിപ്പിഡ്സ്, വിറ്റാമിൻസ് ഡിറൈവ്ഡ് ഫ്രം ദ ഡൈജസ്റ്റഡ് ഫുഡ് ആർ അബ്സോർബ്ഡ് ഫ്രം ദ GI ട്രാക്ക്, അതായത് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനിൽ, നമ്മുടെ സ്റ്റൊമക്കിൽ ലാർജ് ഇൻഡസ്റ്റൈനിൽ നിന്നും സ്മോൾ ഇൻഡസ്റ്റൈനിൽ നിന്നും അബ്സോർവ് ചെയ്യുന്ന ഈ ഫുഡിൽ നിന്ന് അബ്സോർവ് ചെയ്യുന്ന ന്യൂട്രീഷൻസ് നമ്മുടെ ബ്ലഡ്, അതായത് സെൽസിലേക്ക് എത്തിക്കുന്നു. ആൻഡ് ക്യാരീഡ് ബ്ലഡ് ഇൻ ടു ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡി ഫോർ ഗ്രോത്ത് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ദ എനർജി. എന്തിനാണ് ഈ ന്യൂട്രീഷൻ ഉപയോഗിക്കുന്നത്? പ്രധാനമായിട്ടും ഫോർ ഗ്രോത്ത് ആൻഡ് എനർജി പ്രൊഡക്ഷന്. അപ്പോൾ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്കിൽ നിന്ന് അബ്സോർവ് ചെയ്യുന്ന ഗ്ലൂക്കോസും അമിനോ ആസിഡും ലിപ്പിഡ്സും വിറ്റാമിൻസും പോലുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ഡിഫറെൻറ്റ് ബോഡി പാർട്ടിലേക്ക് എത്തിക്കുകയും അതെന്തിനാണ് അവിടെ ഉപയോഗിക്കുന്നത്? അത് നമ്മുടെ ഗ്രോത്തിനും അതുപോലെ തന്നെ എനർജി പ്രൊഡക്ഷനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അടുത്തതാണ് റെസ്പിറേറ്ററി ഫങ്ഷൻ എന്ന് പറയുന്നത്. റെസ്പിറേറ്ററി ഫങ്ഷൻ എന്താണ്? നമ്മുടെ ഓക്സിജനും അതുപോലെ തന്നെ വേസ്റ്റ് പ്രൊഡക്റ്റായ കാർബൺ ഡൈ ഓക്സൈഡും ആരാണ് നമ്മുടെ ലങ്സിലേക്ക് എത്തിക്കുന്നത്? അതുപോലെ തന്നെ ലങ്സിൽ നിന്ന് ഓക്സിജൻ ടിഷ്യൂവിലേക്ക് എത്തിക്കുന്നത് ആരാണ്? ബ്ലഡാണ്. ഓക്കെ. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ റെസ്പിറേറ്ററി ഗ്യാസസ് ഡൺ ബൈ ദ ബ്ലഡ് ഇറ്റ് ക്യാരി ഓക്സിജൻ ഫ്രം ദ ആൽവിയോളി. നമ്മുടെ ആൽവിയോളിയിലുള്ള ലങ്സിലുള്ള ആൽവിയോളിയിൽ നിന്ന് നമ്മുടെ ഓക്സിജൻ ആര് ക്യാരി ചെയ്യുന്നു? ബ്ലഡ് ക്യാരി ചെയ്തിട്ട് ടിഷ്യൂവിലേക്ക് എത്തിക്കുന്നു, അഥവാ സെൽസിലേക്ക് എത്തിക്കുന്നു. ഈ സെൽസിലുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് മെറ്റബോളിക് വേസ്റ്റ് പ്രൊഡക്റ്റിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റീൻ്റെ പകരമായി ഉണ്ടാകുന്ന ഈ വേസ്റ്റ് പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, ഈ കാർബൺ ഡൈ ഓക്സൈഡ്, അത് തിരിച്ച് ലങ്സിലേക്ക് എത്തിക്കുന്നത് ആരാണ്? ബ്ലഡാണ്. അതായത് കാർബോക്സി ഹീമോഗ്ലോബിനും ഓക്സി ഹീമോഗ്ലോബിനും, അതായത് ഹീമോഗ്ലോബിൻ RBCൻ്റെ അകത്ത് എന്തുണ്ട്? ഹീമോഗ്ലോബിനുണ്ട്. അപ്പോൾ ഹീമോഗ്ലോബിനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും ഹീമോഗ്ലോബിനും കമ്പൈൻ ചെയ്തിട്ട് കാർബോക്സി ഹീമോഗ്ലോബിനും ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഒരു മെത്തേഡിലൂടെയാണ് ആരാണ്? RBC ആണ് നമ്മുടെ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. RBCൻ്റെ അകത്ത് ആരുണ്ട്? ഹീമോഗ്ലോബിനുണ്ട്. അപ്പോൾ ഈ ഹീമോഗ്ലോബിനുമായിട്ട് ബൈൻഡ് ചെയ്താണ് ഈ റെസ്പിറേറ്ററി ഗ്യാസസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഓക്സി ഹീമോഗ്ലോബിനും കാർബോക്സി ഹീമോഗ്ലോബിനും പേര് വന്നിട്ടുള്ളത്. അടുത്തതാണ് എക്സ്ക്രീറ്ററി ഫങ്ഷൻ എന്ന് പറയുന്നത്. എക്സ്ക്രീറ്ററി എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ വേസ്റ്റ് പ്രൊഡക്റ്റ്, അതായത് വേസ്റ്റ് പ്രൊഡക്റ്റ് ഫോംഡ് ഇൻ ദ ടിഷ്യൂ ഡ്യൂറിങ് വേരിയസ് മെറ്റബോളിക് ആക്ടിവിറ്റി ആർ റിമൂവ്ഡ് ബൈ ദ ബ്ലഡ് ആൻഡ് ക്യാരീഡ് ഇൻ ടു ദ എക്സ്ക്രീറ്ററി ഓർഗൻ ലൈക്ക് കിഡ്നി, സ്കിന്ന്, ലിവർ, ലങ്സ് എക്സെട്ര ഫോർ എക്സ്ക്രീഷന്. അതായത് നമ്മുടെ ടിഷ്യൂ, അതായത് സെല്ലുലാർ മെറ്റബോളിസത്തിൻ്റെ ഒരു സെല്ല് പ്രവർത്തിച്ച് എന്തുണ്ടാകും? ആ പ്രവർത്തിക്കുമ്പോൾ കുറേ വേസ്റ്റ് പ്രൊഡക്റ്റ് ഉണ്ടാകും. അതായത് നമ്മുടെ ശരീരത്തിൽ സെല്ലുലാർ മെറ്റബോളിസത്തിൻ്റെ പകരം ഒരു സെല്ല് പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ടാകും? കുറേ വേസ്റ്റ് പ്രൊഡക്റ്റ് ഉണ്ടാകും. അപ്പോൾ ഈ വേസ്റ്റ് പ്രൊഡക്റ്റ് ആ സെല്ലിൽ നിന്ന് എവിടത്തേക്ക്? എക്സ്ക്രീറ്ററി നമ്മുടെ ശരീരത്തിൽ നിന്ന് വേസ്റ്റ് പുറന്തള്ളുന്ന ഓർഗൻസിനെയാണ് എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുക. ഉദാഹരണമാണ് നമ്മുടെ കിഡ്നി യൂറിൻ്റെ ഫോം വഴി. സ്കിൻ എങ്ങനെയാണ് പുറന്തള്ളുന്നത് വേസ്റ്റ് പ്രൊഡക്റ്റ്? നമ്മുടെ സ്വെറ്റ്, അതായത് വിയർപ്പ് എന്നുള്ള രൂപത്തിൽ. അതുപോലെ തന്നെ ലിവർ നമുക്ക് സ്ട്രക്കോബിലിനോജനും യൂറോബിലിനോജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫോമിൽ നമ്മുടെ ഫീക്കൽ മാറ്ററിനും യൂറിനും വഴിയൊക്കെ പുറന്തള്ളുന്നുണ്ട്. അതുപോലെ തന്നെ ലങ്സ് വഴി കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നുണ്ട്. അപ്പോൾ ഈ സെല്ലുലാർ മെറ്റബോളിസത്തിൻ്റെ പകരമായി ഉണ്ടാകുന്ന വേസ്റ്റ് പ്രൊഡക്റ്റ് എവിടത്തേക്ക്? നമ്മുടെ ബ്ലഡ് അതാത് ഓർഗൻസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഈ വേസ്റ്റ് പ്രൊഡക്റ്റ് അവിടെ നിന്ന് അതെന്ത് ചെയ്യുന്നു? എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നു. അടുത്തതാണ് റെഗുലേഷൻ ഓഫ് ദ വാട്ടർ ബാലൻസ്, അതായത് നമ്മുടെ ശരീരത്തിലുള്ള വാട്ടർ ബാലൻസ്.
നമ്മുടെ ശരീരത്തിലുള്ള വാട്ടർ ബാലൻസ് ആരാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ബ്ലഡാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. വാട്ടർ കണ്ടൻറ്റ് ഓഫ് ദ ബ്ലഡ് ഈസ് ഫ്രീലി ഇൻ്റർചേഞ്ചബിൾ വിത്ത് ഇൻ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ്. ദിസ് ഹെൽപ്പ് ഇൻ ദ റെഗുലേഷൻ ഓഫ് വാട്ടർ കണ്ടൻറ്റ് ഓഫ് ദ ബോഡി. അതായത് നമ്മുടെ വാട്ടർ, അതായത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വാട്ടർ ചേഞ്ച് അത് ബ്ലഡ് ഡിറ്റക്റ്റ് ചെയ്യും. അതിനനുസരിച്ചുള്ള ഒരു ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്തുണ്ടാക്കുന്നു? ബ്ലഡ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന്, അതായത് നമ്മുടെ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ഫുഡും അതിനകത്ത് നമ്മൾ വെള്ളവും കുടിക്കുന്നുണ്ട്. അത് ലാർജ് ഇൻറ്റസ്റ്റൈനിൽ നിന്ന് അബ്സർവ് ചെയ്യും വെള്ളം. പ്രധാനമായിട്ടും വാട്ടർ ഏറ്റവും കൂടുതൽ അബ്സർവ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്? ലാർജ് ഇൻറ്റസ്റ്റൈനിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ നിന്ന് അബ്സോർവ് ചെയ്യുന്ന വെള്ളം നമ്മുടെ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ബ്ലഡിൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നു? ബ്ലഡ് സഹായിക്കുന്നു. അപ്പോൾ അടുത്തതാണ് റെഗുലേഷൻ ഓഫ് ദ ബോഡി ടെമ്പറേച്ചർ. നമ്മുടെ ശരീര താപനില നിലനിർത്താൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നു? ബ്ലഡ് സഹായിക്കുന്നു. അതായത് മെയിൻറ്റെയിൻ തെർമോ റെഗുലേറ്ററി മെക്കാനിസം ഇൻ ദ ബോഡി. അതായത് നമ്മുടെ ബ്ലഡാണ് നമ്മുടെ ശരീരത്തിലുള്ള ശരീരോഷ്മാവ്, അതായത് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചർ എത്രയാണ്? 37 ഡിഗ്രി, 37 ഡിഗ്രിയും അഥവാ 98.6 ഫാരനൈറ്റ്. അതാണ് നമ്മുടെ നോർമലായിട്ടുള്ള ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നമ്മുടെ ബ്ലഡ്, അതായത് നമ്മുടെ ബ്ലഡ് ശരീരത്തിൻ്റെ എല്ലായിടത്തും ഈ ഒരു ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നു. ബ്ലഡ് എല്ലാ സ്ഥലത്തും ഓടുന്നുണ്ട്. അപ്പോൾ ഈ ബ്ലഡ് എന്ത് ചെയ്യുന്നു? ഈ ഒരു ടെമ്പറേച്ചർ എല്ലാ സ്ഥലത്തേക്കും എത്തിക്കുന്നു. അങ്ങനെ നോർമലായിട്ടുള്ള ഒരു ബോഡി ടെമ്പറേച്ചർ നമ്മുടെ ശരീരത്തിൽ മൊത്തം മെയിൻറ്റെയിൻ ചെയ്യുന്നു. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ, ഡിഫെൻസീവ് ഫംഗ്ഷന്. അതായത് നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്ന മൈക്രോ ഓർഗാനിസംസ് ഉണ്ടല്ലോ, അതായത് ബ്ലഡ് വഴി കയറാം, അതുപോലെ തന്നെ ഓറൽ റൂട്ട് വഴി കയറാം, നമ്മുടെ ശരീരത്തിൽ സ്കിന്ന് വഴി കയറാം. ഇങ്ങനെ ഉണ്ടാകുന്ന കുറേ മൈക്രോ ഓർഗാനിസം, നമുക്ക് ചുറ്റുപാടും കുറേ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ശരീരത്തിൻ്റെ അകത്തേക്ക് കയറുന്ന മൈക്രോ ഓർഗാനിസത്തിനെ നശിപ്പിച്ച് കളയുന്നതാണ് ഈ ബ്ലഡ് സെൽസാണ്. അപ്പോൾ ബ്ലഡ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഡിഫൻസ് ഓഫ് ദ ബോഡി. അതായത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് ബ്ലഡ് പ്രധാനമായിട്ടും ഒരു കാരണം വഹിക്കുന്നുണ്ട്. WBC ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ് മെഡിക്കൽ. ബ്ലഡിലുള്ള ഏത് സെൽസാണ് പ്രധാനമായിട്ടും റെസ്പോൺസ് ചെയ്യുന്നത്? നമ്മുടെ WBC വൈറ്റ് ബ്ലഡ് സെൽസ് അഥവാ ലൂക്കോസൈറ്റാണ് പ്രധാനമായിട്ടും നമ്മുടെ ഡിഫൻസ്, അതായത് നമ്മുടെ സെല്ലുലാർ ഇമ്മ്യൂണിറ്റി, ഹിമറൽ ഇമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുന്ന ഇമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഇമ്മ്യൂണിറ്റി ആരാണ് പ്രധാനമായിട്ടും മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നമ്മുടെ WBC ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി WBC നമ്മൾ നേരത്തെ പറഞ്ഞത് WBCനെ രണ്ടായിട്ട് തരത്തിയിട്ടുണ്ട്, ഗ്രാനുലോസൈറ്റും ഗ്രാനുലോസൈറ്റും. ഗ്രാനുലോസൈറ്റിൽ ഏതൊക്കെയാണ് വരുന്നത്? അതായത് ന്യൂട്രോഫിൽ, ഈസ്നോഫിൽ, ബേസ്നോഫിൽ, ഈ 3 സെൽസാണ് വരുന്നത് ഗ്രാനുലോസൈറ്റ്. ഗ്രാനുലോസൈറ്റ് ഏതൊക്കെയാണ് വരുന്നത്? മോണോസൈറ്റും ലിംഫോസൈറ്റും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന സെൽ ഏതാണ്? WBC ഏതാണ്? ന്യൂട്രോഫിൽസ് ആണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന WBCയിൽ കാണപ്പെടുന്ന സെൽ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ബ്ലഡ് സെൽ എന്ന് പറഞ്ഞാൽ ഏതാണ്? RBC ആണ്. അതുപോലെ തന്നെ ഈ ന്യൂട്രോഫിലും മോണോസൈറ്റ് എന്ത് ചെയ്യുന്നു? ബാക്ടീരിയനെ എൻഗൾഫ് ചെയ്യുന്നു. ഈ എൻഗൾഫ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചോ, ന്യൂട്രോഫിൽസ് ആൻഡ് മോണോസൈറ്റ് എൻഗൾഫ് ദ ബാക്ടീരിയ ബൈ ഫാഗോസൈറ്റോസിസ്. ലിംഫോസൈറ്റ് എന്താണ് ചെയ്യുന്നത്? ലിംഫോസൈറ്റ് ആർ ഇൻവോൾവ്ഡ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇമ്മ്യൂണിറ്റി. നമുക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നതിന് ആരാണ് കാരണം വഹിക്കുന്നത്? ലിംഫോസൈറ്റാണ്. അപ്പോൾ ഓർത്ത് വെച്ചോ, ലിംഫോസൈറ്റ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ ഇമ്മ്യൂണിറ്റി, നമ്മുടെ രോഗപ്രതിരോധ ശേഷി. നമുക്ക് ചിലപ്പോൾ ചിക്കൻ ബോക്സ് വന്നാൽ രണ്ടാമത് വരുന്നില്ല. അതിനുള്ള കാരണം എന്താണ്? നമുക്ക് ഓൾറെഡി ആ ഒരു ആൻറ്റിബോഡി നമ്മുടെ ശരീരത്തിൽ ഫോം ചെയ്തിട്ടുണ്ട്. അതിനാരാണ് കാരണം വഹിക്കുന്നത്? ലിംഫോസൈറ്റ്. ലിംഫോസൈറ്റ് 2 വിധത്തിലുണ്ട്, B ലിംഫോസൈറ്റും ഉണ്ട്, അതുപോലെ തന്നെ T ലിംഫോസൈറ്റും ഉണ്ട്. അടുത്തത് ഈസ്നോഫിൽസ്, അതുപോലെ തന്നെ ബേസ്നോഫിൽസ്. ഈസ്നോഫിൽസ് സാധാരണയായിട്ട് ഏറ്റവും കൂടുതൽ ഈസ്നോഫിൽസിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നത് എപ്പോഴൊക്കെയാണ്? നമ്മുടെ ശരീരത്തിൽ അലർജി ഉണ്ടാകും, എന്തെങ്കിലും പൊടി അലർജിയോ അതുപോലെ തന്നെ എന്തെങ്കിലും ഡ്രഗിൻ്റെ അലർജിയോ അല്ലെങ്കിൽ ഫുഡ് അലർജിയോ എന്തൊക്കെ ഉണ്ടാവും, ഈസ്നോഫിൽസിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടും. ഈസ്നോഫിൽസിൻ്റെ ജോലി എന്താണ്? ഡീടോക്സിഫിക്കേഷൻ. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ടോക്സിൻസ് ഉണ്ടാവുമല്ലോ, ആ ടോക്സിനെ ഡീടോക്സിഫിക്കേഷൻ, നിർവീര്യമാക്കുന്നത് ആരാണ്? ഈസ്നോഫിൽസ് ആണ്. അതുപോലെ തന്നെ റിമൂവൽ ഓഫ് ദ ഫോറിൻ ബോഡി. നമ്മുടെ ശരീരം സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബ്ലഡിൽ നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് കയറിയാലും ബോഡി എന്തായിട്ടാണ് കണക്കാക്കുന്നത്? അതൊരു ഫോറിൻ ബോഡി ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ആ ഫോറിൻ ബോഡീനെ ഡിറ്റക്റ്റ് ചെയ്യും, അതിനനുസരിച്ചുള്ള സെൽസിനെ ഈ WBC പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു.
അതുപോലെ തന്നെ ബ്ലഡിൻ്റെ ഫങ്ഷൻസ് ഷോർട്ടായിട്ട് നമുക്ക് എന്തൊക്കെ നോക്കാം. ന്യൂട്രീറ്റീവ് സപ്ലൈ, റെസ്പിറേറ്ററി ഫംഗ്ഷന്, എക്സ്ക്രീറ്ററി ഫംഗ്ഷന്, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ ഹോർമോൺസ് ആൻഡ് എൻസൈംസ്, റെഗുലേഷൻ ഓഫ് ദ ആസിഡ് ബേസ് ബാലൻസ്, റെഗുലേഷൻ ഓഫ് ദ ബോഡി ടെമ്പറേച്ചർ, സ്റ്റോറേജ് ഫംഗ്ഷൻ, ഡിഫെൻസീവ് ഫംഗ്ഷൻ. അപ്പോൾ പ്രധാനമായിട്ട് ഓർത്ത് വെക്കേണ്ടത് എന്താണ്? ബ്ലഡ് എന്നാൽ എന്താണ്, ഏത് ടൈപ്പ് സെല്ലാണ് ബ്ലഡ് എന്ന് വെച്ചാൽ ഒരു ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ബ്ലഡിൻ്റെ പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ബ്ലഡിലുള്ള സെൽസും അതുപോലെ തന്നെ ബ്ലഡ് സെൽസിൻ്റെ നോർമൽ വാല്യൂസും, അതുപോലെ തന്നെ എന്താണ് ബ്ലഡിൻ്റെ ഫങ്ഷൻസും, ഡിഫറൻ്റ് ആയിട്ടുള്ള ബ്ലഡിൻ്റെ ഫങ്ഷൻസും. ഇതാണ് സാധാരണ എക്സാമിന്. അപ്പോൾ ഇത്രയും ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആണ്.